നല്ല മഴയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്നോ, ഒരു ചായയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബാൽക്കണിയിൽ പോയിരുന്ന് എന്തെങ്കിലും ഒരു പുസ്തകമൊക്കെ വായിക്കാനാണ്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനുണ്ട്. 2 ആഴ്ചയ്ക്ക് മേലെയായി നമ്മൾ വീഡിയോ എടുത്തിട്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സെപ്റ്റംബർ 29 ആണ്, സൺഡേ ആണ്. ഒരു മന്ത് എൻഡ് ചെയ്യുക അല്ലേ. അപ്പോൾ ഞാൻ ഓർത്തു ഈ മാസം ഞാൻ വാങ്ങിച്ച സസ്റ്റൈനബിൾ പ്രോഡക്ട്സ് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഞാനങ്ങനെ ഷോപ്പഹോളിക് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. ഞാനങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കുന്ന ആളല്ല. പക്ഷേ എനിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരാറുണ്ട്. വർക്ക് റിലേറ്റഡ് ആയിട്ടും അല്ലാതെ തന്നെ നമ്മുടെ പേഴ്സണൽ യൂസിനൊക്കെ ആയിട്ട് ഒത്തിരി സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും അത് സസ്റ്റൈനബിൾ ബ്രാൻഡ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മാസം ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാൻ എല്ലാ സാധനങ്ങളും സസ്റ്റൈനബിൾ ബ്രാൻഡ്സിൽ നിന്നാണ് വാങ്ങിക്കുന്നതെന്ന്. പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനത്തെ ബ്രാൻഡ്സിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഒരു സസ്റ്റൈനബിൾ ബ്രാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ഒരു ബ്രാൻഡ് ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് സോഴ്സ് ചെയ്യുന്നത് മുതൽ ആ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നിടം വരെ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്ന ബ്രാൻഡ്സിനെയാണ് ഈ സസ്റ്റൈനബിൾ ബ്രാൻഡ്സ് എന്ന് പറയുന്നത്. അതായത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതും സെല്ല് ചെയ്യുന്നതും വഴി നമുക്കും ഭൂമിക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഹാം ഇല്ലാതെയോ അല്ലെങ്കിൽ മാക്സിമം ഹാം കുറച്ചുകൊണ്ട് ഒരു ബ്രാൻഡ് ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എ സസ്റ്റൈനബിൾ ബ്രാൻഡ്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഫ്യൂച്ചറിൽ പോസ്റ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് പ്രോഡക്ട്സ് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് ഒന്നുമില്ല, ഒരു 5 ഐറ്റമേ ഉള്ളൂ, എത്ര ഉള്ളൂ. അപ്പോൾ ആദ്യത്തേതായി ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സോളിഡ് പെർഫ്യൂമാണ്. പ്രോഡക്റ്റും അതുപോലെ തന്നെ പാക്കേജിങ്ങും 100% ഇക്കോ ഫ്രണ്ട്ലി ആണ്. ഓപ്പൺ ചെയ്യാൻ ഇതുപോലെ സ്ലൈഡിംഗ് ലിഡും കൊടുത്തിട്ടുണ്ട്. ബെയർ നെസസിറ്റീസിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഇതുപോലെ പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിങ്ങിലാണ് കേട്ടോ വരുന്നത്. ചെറിയ സൈസ് ആയത് കാരണം നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാം. പ്രോഡക്റ്റ് സ്കൂപ്പ് ചെയ്യാൻ ഇതുപോലൊരു വുഡൻ സ്പാറ്റിലയും കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് ഈ ഒരു സെയിം ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ് ബാമാണ്. ഇതും 100% പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇനി മൂന്നാമത്തേത് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ 2 നോട്ട് ബുക്സ് ആണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് ബ്രൗൺ ലിവിംഗിൽ നിന്നാണ് കേട്ടോ. ഞാനൊരു ഷോർട്സിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബ്രൗൺ ലിവിംഗ് സസ്റ്റൈനബിൾ പ്രോഡക്ട്സ് മാത്രം സെല്ല് ചെയ്യുന്നൊരു ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ പേപ്പർ ക്വാളിറ്റി അടിപൊളിയാണ് കേട്ടോ. നാലാമത്തേത് ഞാൻ സാദ എന്ന് പറയുന്നൊരു സസ്റ്റൈനബിൾ ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചൊരു പാൻ്റാണ്. ആക്ച്വലി ഇതിനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് പാക്ക് ചെയ്ത് വരുന്ന ഇതുപോലൊരു ക്ലോത്ത് ബാഗിനകത്താണ്. ഇങ്ങനെ ഇടുന്ന പൗച്ചസ് ഒക്കെ ഞാൻ എടുത്ത് വെക്കാറുണ്ട്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാമല്ലോ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട വേറൊരു കാര്യം ഇതിൻ്റെ പ്രൈസ് ടാഗാണ്. സീഡ് പേപ്പറാണ് ഇവർ ഇതിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇത് നട്ട് വെച്ച ചെടി വളരുന്നതാണ് ഇവർ പറയുന്നത്. അപ്പം നമുക്ക് നട്ട് നോക്കാം. ജൂട്ടിൻ്റെ ത്രെഡ് വെച്ചിട്ട് ഇവരിത് ടൈ ചെയ്ത് വെച്ചേക്കുന്നത് പോലും. എന്ത് കോൺഷ്യസ് അല്ലേ അവർ ഓരോ കാര്യത്തിലും. അപ്പോൾ അഞ്ചാമത്തേത് ഈ ഒരു ബാംബൂ ടൂത്ത് ബ്രഷാണ്. ഇതും ഞാൻ ബ്രൗൺ ലിവിംഗിൽ നിന്ന് തന്നെയാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. ഒരു 2 years ബാക്കുള്ള വേൾഡ് എൻവയോൺമെൻറ്റ് ഡേയിൽ ഞാൻ SIM കോളേജ്, പൂത്തോട്ടയിലുള്ളൊരു കോളേജാണ്, അവിടെ ഒരു ഹൗ ടു ലിവ് എ സീറോ വേസ്റ്റ് ലൈഫ് സ്റ്റൈൽ എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റി ഒരു സെമിനാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെമിനാറിൻ്റെ എൻഡിൽ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായിരുന്നു സ്റ്റുഡൻസുമായിട്ട്. അപ്പോൾ അതിലൊരു സ്റ്റുഡൻറ്റ് എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ഈ ബാംബൂ ടൂത്ത് ബ്രഷ്, കൊയർ സ്ക്രബ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അതായത് ഈ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് എന്ന് പറയുന്ന ഒരു എലീറ്റ് ക്ലാസ്സിന് വേണ്ടിയുള്ളതല്ലേ, ഒരു സാധാരണക്കാരന് അത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ഡൗട്ട്സ് ഒരുപാട് പേർക്ക് കാണും. എൻ്റെ അടുത്താണെങ്കിലും ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു ലൈഫ് സ്റ്റൈൽ ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവ് അല്ലേ, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ലല്ലോ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് പറയാനുള്ളത്, ഏതൊരു മേഖലയും പോലെ ഇതിനുമുണ്ട് ചീപ്പർ സൈഡും എക്സ്പെൻസീവ് സൈഡും. ഒരു ആവറേജ് റേഞ്ചിൽ പോകുന്ന പ്രോഡക്ട്സും ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാനുള്ളൊരു മനസ്സ് വേണം. കാരണം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിലെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഫാസ്റ്ററായിട്ട് സെല്ലായി പോകുന്നതെല്ലാം തന്നെ ചീപ്പറായിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും. അപ്പം ചീപ്പറായിട്ടുള്ള പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസോഴ്സ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് തൊട്ട് അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് വരെ ചീപ്പറായിട്ടുള്ള ഒരു പ്രാക്ടീസസ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആളുകൾക്ക് വേണ്ടതും അതാണ്. അവരുടെ പർപ്പസ് മീറ്റ് ചെയ്യണം, എന്നാൽ ചീപ്പറുമായിരിക്കണം. എത്രയൊക്കെ അഫോർഡ് ചെയ്യാൻ ആളുകൾക്ക് പറ്റിയാലും അവർക്ക് ഒരു ചീപ്പർ ഓപ്ഷൻ ഉണ്ട് അവരുടെ പർപ്പസ് സെർവ് ചെയ്യാനെങ്കിൽ അവരതേ ഓപ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി അല്ലേ. എല്ലാവരുടെയും അല്ല, പലരും അങ്ങനെയാണ്.
അപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. കാരണം ഒട്ടുമിക്ക ആളുകൾക്കും ഈ പ്രോഡക്റ്റ്സ് ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയാണ് നമ്മൾ പുറത്തുനിന്ന് ഒരു ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ നമ്മൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ കെയർ പ്രോഡക്റ്റ്സ് നമ്മൾ ഒരുപാട് ബ്രാൻഡ്സ് ഇപ്പോൾ കാണുന്നുണ്ട് അല്ലേ. ബ്യൂട്ടി വ്ളോഗേഴ്സ് ഒക്കെ ഒരുപാട് ബ്രാൻഡ്സ് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഈ ഒട്ടുമിക്ക പ്രോഡക്ട്സിന് നല്ല പൈസ ആവാറുണ്ട്. ചീപ്പായിട്ടുള്ള പ്രോഡക്ട്സും അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്, എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്രോഡക്ട്സ് ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ അഫോർഡബിൾ അല്ല എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ഒരു ബാംബൂ ടൂത്ത് ബ്രഷിന് എത്ര രൂപയാണെന്ന് ഞാനിപ്പോൾ നോക്കിയിട്ട് പറയാം. ഓക്കെ, ഈ ഒരു ടൂത്ത് ബ്രഷിന് ആക്ച്വലി 60 റുപ്പീസേ ആയിട്ടുള്ളൂ. 60 രൂപയ്ക്ക് ഒരു ടൂത്ത് ബ്രഷ് വാങ്ങിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ മലയാളികൾക്കും പറ്റും. പക്ഷേ നമുക്ക് അതേസമയം 30 റുപ്പീസിൻ്റെ ഒരു പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് കിട്ടുമ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പർപ്പസ് 30 റുപ്പീസിൻ്റെ ആ പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് കൊണ്ട് സെർവ് ആവുന്നുണ്ട്. പിന്നെ എന്തിനു നമ്മൾ ഇത് വാങ്ങിക്കണം എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ നമുക്ക് തോന്നും ഇത് എക്സ്പെൻസീവ് ആണെന്നും മറ്റേത് ചീപ്പാണെന്നും അല്ലെങ്കിൽ അഫോർഡബിൾ ആണെന്നും. അപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം ഇതൊരു മെൻറ്റാലിറ്റിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പ്ലാനറ്റിനോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കോ അതുപോലെ തന്നെ നമുക്കോ ഒരു ഹാം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ ലീസ്റ്റ് ഹാം ഉണ്ടാക്കണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കാനോ അതിനെപ്പറ്റി അറിയാനോ ഒക്കെ ഉള്ള താല്പര്യം നമുക്കുണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാവും പലതും ആക്ച്വലി അഫോർഡബിൾ തന്നെയാണ്. അഫോർഡബിൾ അല്ലാത്തൊരു സൈഡ് ഏതൊരു കാര്യം പോലെ ഇതിനും കാണും. പക്ഷെ നമുക്കത് പലപ്പോഴും ഒരു എക്സ്ക്യൂസ് ആയിട്ട് മാറാറുണ്ടല്ലേ. ഈ പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് പൊല്യൂഷനിൽ വലിയൊരു പങ്ക് വഹിക്കുന്നൊരു സാധനമാണ്. കാരണം നമുക്കറിയാം ഒരു 1 ഇയർ തന്നെ നമ്മൾ ഓരോരുത്തരും എത്ര ടൂത്ത് ബ്രഷ് വാങ്ങിക്കാറുണ്ട്. ഈ ടൂത്ത് ബ്രഷൊക്കെ തിരിച്ച് നമ്മൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം നമ്മളതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാറില്ല. അപ്പോൾ നമ്മളത് വളരെ ചുരുക്കം ആളുകളായിരിക്കും അല്ലേ അത് റീസൈക്കിൾ ചെയ്യാനായിട്ട് കൊടുക്കാറും. മാത്രമല്ല ടൂത്ത് ബ്രഷിൻ്റെ എല്ലാ പോർഷനൊന്നും റീസൈക്ലബിളും അല്ല. അപ്പോൾ നമ്മളതിനെ സേഫായിട്ട് ആ വേസ്റ്റിനെ ഡിസ്പോസ് ചെയ്യാൻ പലരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഇത് നമുക്കറിയാം മെറൈൻ ലൈഫിനെ ഒത്തിരി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം മെറൈൻ ലൈഫിനെ ബാധിക്കുന്നത്. അതിനകത്ത് പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് എന്ന് പറയുന്നത് വലിയൊരു പാർട്ട് വഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് മീനിൻ്റെ ഒക്കെ വയറ്റിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് കിട്ടിയതായിട്ടൊക്കെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒത്തിരി വൈറലായിട്ട് പോയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് മറ്റ് ജീവജാലങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പേഴ്സണൽ കെയർ പ്രോഡക്ട്സ്. നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമ്മൾ മറ്റുള്ള ജീവികളുടെ സ്വൈര്യവിഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമായിട്ട് മാറ്റാറുണ്ട്, മനഃപൂർവ്വം അല്ലെങ്കിലും. അപ്പം നമുക്ക് ഇതിനൊരു തടയിടാനായിട്ട് നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ നമുക്ക് തുടങ്ങാം. അത് നമുക്ക് പോസിബിളാണ്. അവിടെ നമുക്ക് ആ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഉള്ളൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. ഏതൊരു ഓപ്ഷനും പോലെ എക്സ്പെൻസീവ് ഓപ്ഷൻസും ചീപ്പർ ഓപ്ഷൻസും ഇതിനുള്ളത് കാരണം നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. അതിലൊരു ചെറിയ റിസർച്ചിൻ്റെയോ അല്ലെങ്കിൽ ചെറിയൊരു ടൈം അതിനു വേണ്ടി നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ദിവസം എത്ര നേരം ടൈം വേസ്റ്റ് ചെയ്യാറുണ്ട്, എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ സമയം ചെലവഴിക്കാറുണ്ട്. ഒരു പ്രകൃതി ദുരന്തം വരുമ്പോൾ മാത്രമാണ് നമ്മളുടെ പ്രകൃതി സ്നേഹം ഉണരാറല്ലേ. അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളിലെ ആ ഒരു പ്രകൃതി സ്നേഹിയെ ഉണർത്തി ഇതുപോലുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുത്താവുന്നതേ ഉള്ളൂ. ശരിക്കും അതിന് വലിയ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലോ അല്ലെങ്കിൽ വലിയ ആക്ടിവിസ്റ്റുകളുടെ ഇടപെടലിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിലൊന്നാണ് ഇതുപോലത്തെ നമ്മളുടെ പേഴ്സണൽ യൂസിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച 5 ഐറ്റംസിൽ ഒരെണ്ണം പോലും ഇല്ല 1000 രൂപയ്ക്ക് മുകളിൽ പോയിട്ടുള്ളത്. എല്ലാം ഇപ്പോൾ ലിപ് ബാമിനാണ് 250 റുപ്പീസേ ആയിട്ടുള്ളൂ. ആ ഒരു നോട്ട്ബുക്കിനാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 200, 2 നോട്ട്ബുക്കിനും കൂടെ 200 റുപ്പീസ് ആയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു സാധാ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത പാൻറ് ആണെങ്കിലും എനിക്ക് തോന്നുന്നത് 600+ ആയിട്ടുള്ളൂ. ഈ പ്രൈസ് ഒക്കെ തന്നെ ഒരു ആവറേജ് മലയാളിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പം നമ്മൾക്ക് ഈ ഒരു പ്രോഡക്ട്സിനെ പറ്റി അറിവില്ലാത്തത് കൊണ്ടും ആവാം നമ്മളിത് പർച്ചേസ് ചെയ്യാത്തത്. അപ്പോൾ അതിനായിട്ട് ഒരുപാട് വെബ്സൈറ്റ്സ്, ഒരുപാട് ഷോപ്പിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഞാൻ ഇന്നു മുമ്പ് ഒരു ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രൗൺ ലിവിങ്, അമല എർത്ത്, ഇതൊക്കെ സസ്റ്റൈനബിൾ ബ്രാൻഡ്സ് മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന, സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം സെല് ചെയ്യുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ നമുക്കതുപോലെ നമുക്ക് വേണ്ട സാധനങ്ങൾ അതിൽ നിന്ന് സെർച്ച് ചെയ്ത് ഷോപ്പ് ചെയ്യാവുന്നതാണ്. ഇതിലൊക്കെ ഉപരി എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം, സാറ്റിസ്ഫാക്ഷൻ.
ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ ഒരു പടി മുന്നോട്ട് എടുത്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് നമ്മൾ ഓരോ പ്രോഡക്ട്സും റീപ്ലേസ് ചെയ്ത് ഒരു സസ്റ്റൈനബിൾ പ്രോഡക്ട്സ് ആക്കുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യയിൽ എത്ര പോപ്പുലേഷൻ ഉണ്ട്? 141 കോടി ജനങ്ങളുണ്ട്. കറൻ്റ്ലി അപ്പം 141 ബ്രഷ് അവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. അതിൽ എത്ര പേര്, വളരെ ചുരുക്കം പേരായിരിക്കും ഇപ്പോൾ ഒരു ബാംബു ടൂത്ത് ബ്രഷ് ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇത്രയും പേരും അല്ലെങ്കിൽ ഇതിനടുത്തൊരു സംഖ്യയെങ്കിലും അതിൽ നീ ഉണ്ടോടാ? നീ പല്ല് തേക്കുന്നുണ്ടോടാ? സോറി, അതിനകത്ത് എൻ്റെ ഭർത്താവില്ല കേട്ടോ, ഭർത്താവ് പല്ല് തേക്കുന്നില്ല. അപ്പം 141 കോടി മനുഷ്യരും ഒരു സസ്റ്റൈനബിൾ പ്രാക്ടീസ്, ഈ ഒരു ഒറ്റ സസ്റ്റൈനബിൾ പ്രാക്ടീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് ഉണ്ടാവത്തില്ല. അത്രയും പ്ലാസ്റ്റിക് ടൂത്ത് ബ്രഷ് കൊണ്ടുണ്ടാകുന്ന വേസ്റ്റ് ഇല്ലേ, അത്രയും വേസ്റ്റ് ജനറേറ്റ് ആവത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര കോടി ബ്രഷാണ് നമ്മൾ സേവ് ചെയ്ത് നമ്മൾ ലാൻഡ് ഫില്ലിലോട്ടോ അല്ലെങ്കിൽ ഒരു ഓഷ്യനിലോട്ടോ പോകാതെ നമ്മൾ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇതിപ്പം എന്നെ ഹെയ്റ്റേഴ്സ് ചോദിക്കുമായിരിക്കുമല്ലോ, അപ്പോൾ ബാംബു ടൂത്ത് ബ്രഷ് കൊണ്ട് കടലിലിട്ടാലോ എന്ന് അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു സസ്റ്റൈനബിൾ റീപ്ലേസ്മെൻ്റ് എങ്കിലും വരുത്തുകയാണെങ്കിൽ എത്രയോ അളവിലുള്ള പ്ലാസ്റ്റിക് പൊല്യൂഷൻ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒരു ആനിമൽ സേവ്ഡ് ആവുകയാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം എവിടെ ചെന്ന് എത്തും എന്ന് നമുക്കറിയാത്തടത്തോളം നമ്മൾ ആ സാധനത്തിന് കുറച്ച് റിസർച്ച് കൊടുക്കുന്നത് നല്ലതല്ലേ? അത് വാങ്ങിക്കുമ്പോഴും അത് വേസ്റ്റായിട്ട് നമ്മൾ പുറന്തള്ളുമ്പോഴും ഒക്കെ അതിനെപ്പറ്റി ഒരു ധാരണ നമുക്കുണ്ടാവേണ്ടതല്ലേ? അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സസ്റ്റൈനബിൾ റീപ്ലേസ്മെൻറ്റ് ഒരാൾ ചെയ്താൽ ചിലപ്പം അത്ര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവണമെന്നില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് ആ ഒരാളത് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. ഇതുപോലെ എല്ലാവരും ചിന്തിച്ചാലോ ആരും ചേഞ്ച് ആവത്തില്ല, വേൾഡ് ഇങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ നമ്മൾ ഓരോരുത്തരും മാറ്റം വരുത്തുകയാണെങ്കിൽ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് വേസ്റ്റാണ് അവിടെ ഇല്ലാണ്ടാവുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹാംലെസ് ആയിട്ടുള്ള വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരുപാട് സസ്റ്റൈനബിൾ റീപ്ലേസ്മെൻറ്റ്സ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ അപ്ലോഡ് ചെയ്യാം. വരുന്ന വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം. അതെങ്ങനെ പറയുന്നത്? ഫ്യൂച്ചറിൽ ഞാൻ അപ്പം ഇതുപോലുള്ള സസ്റ്റൈനബിൾ റീപ്ലേസ്മെൻറ്റ്സ് ഒക്കെ വരുന്ന വീഡിയോസിൽ ഞാൻ കാണിക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.